if Messi had made that move back in field. Well, he did. It was Akanji who blocked Messi. Very good defending. കളിയല്ലേ നമ്മുടെ കമ്മിറ്റി ടീം ഗോളെല്ലാം അടിച്ചാ ഇല്ലാണ്ടിരിക്കണവർക്ക് ഗോളവരെ അടിച്ച് എങ്ങനെ ഫിഫ പോയായിരിക്കില്ലേ ഫിഫ പോയി അവിടെ ടെൻഷൻ അടിച്ച് കളിയാണ് അല്ല നിങ്ങൾ എന്തിനാണ് ചുമ്മാ ഈ ടെൻഷൻ അടിച്ച് വീഴുന്നത് പിന്നെ കളി കഴിയുമ്പോൾ നിങ്ങളെ ജയിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ പിന്നെ ചുമ്മാ ഓവർ അഭിനയം കാണിച്ചോണ്ടിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ കിടന്ന് കുറച്ചുമ്പോഴല്ലോ പിള്ളേരെടുത്ത് വിളിച്ചോളാം ഇല്ലാണ്ടിരിക്കുകയാണ് ചേട്ടാ പിള്ളേരെടുത്ത് നമുക്കുണ്ട് പുറത്തുണ്ട് വിളിച്ച ക്യാനർ കൂടെ ഓടി എനിക്ക് മനസ്സിലായത് ഈ ലാസ്റ്റ് കളിയോടുള്ള ഈ ഫിഫയോടുള്ള ഒരു ബഹുമാനം പോയേട്ടാ എന്ത് മെനായിട്ട കളിയാണ് നിങ്ങൾ കളിച്ചത് സുൽത്താൻ പുറത്ത് കണ്ടായിരിക്കും സുൽത്താൻ പുറത്ത് പോയത് കൊണ്ടൊന്നല്ല കളി മോശമാണെങ്കിൽ കാര്യം നമ്മൾ പറയും അത്രേ ഉള്ളൂ 2022 വരെ നിങ്ങൾക്ക് ഫിഫ സൂപ്പർ ആയിരുന്നു. അർജന്റീന കപ്പ് അടിച്ച പിന്നെ ഫിഫ ഇപ്പൊ കൊണ്ടായില്ലേ? അങ്ങനെ ഒരു കളിയാണ് കഴിഞ്ഞ കളിയിൽ കളിച്ചത്. അതാണ് എന്റെ ഗുണം. കണ്ണടച്ച അണ്ണന്റെ കരഞ്ഞ മുഖം ഓർമ്മ വരുന്നു. അണ്ണയില്ലാത്തതുകൊണ്ട് വേൾഡ് കപ്പ് ഒരു രസവും മറ്റുള്ള ടീമുകൾ തോക്കാൻ വേണ്ടി കളി കാണുന്നു. പിള്ളേരുടെയൊക്കെ ആകെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അർജന്റീന ഇപ്പൊ എങ്ങനെയാണ് തോറ്റ് കാണാം. നടക്കുമെന്നറിയില്ല, നല്ല ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർ. അപ്പം ഞാൻ പോട്ടെ. കളിയാണോ സുഖം ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക്? എന്താ എന്തായി ഞാനേ അണ്ണൻ എന്തായാലും കളിക്കുന്നില്ല, അതുകൊണ്ട് അണ്ണന്റെ ഫ്ലെക്സിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. എന്തിനാണ് ആ ഫ്ലെക്സ് നോക്കി പ്രാർത്ഥിക്കുന്നത്? മിശികരെ നോക്കി കണ്ട് പ്രാർത്ഥിക്കാലോ. ഒന്നും അടിച്ചില്ലേ? ചിലപ്പോ അത് അഭിനയായിരിക്കും. ഇനി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഫിഫാറിലൂടെ നമ്മൾ പറയുന്നത് അല്ലേ അർജന്റീനയ്ക്കെതിരെ ഗോളെല്ലാം വിളിച്ചു റഫറി വിളിച്ചോന്നോ? എല്ലാ കളിയും വിളിക്കുന്നുണ്ട്. ഈ കളിയും വിളിച്ചു, മറ്റു കളിയും വിളിക്കുന്നു. നിങ്ങൾ കാണാത്തില്ല പ്രശ്നം. സുൽത്താനും പിള്ളേർ ഇറങ്ങിയിട്ടൊന്നും കണ്ടില്ല. സുൽത്താൻ അവസാനം ഒരു ഗോൾ പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നിങ്ങളൊന്നും മിണ്ടില്ലല്ലോ. ഇവിടെ നിന്റെ അണ്ണനെ ആദ്യം ഗോൾ അടിക്കാൻ വേണ്ടി ഒരു പെനാൽറ്റി കിട്ടി, അതിനും കുഴപ്പമുണ്ടായില്ല. നമ്മൾ മാത്രം പെനാൽറ്റി കിട്ടുമ്പോഴേ പ്രശ്നം. ഈജിപ്ത് ആയിട്ടുള്ള കളി ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അടിച്ചു തന്നെ ജയിച്ചു. അതിനകത്ത് കാണിച്ചെന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ 2-0 പുറകെ നിന്നപ്പോ നമ്മള് ഗോൾ അടിച്ച് ജയിച്ച് 3-2 ഗോൾ അടിച്ച് ഈജിപ്ത് ജയിക്കേണ്ട കളിയായിരുന്നു. നിങ്ങൾക്ക് ആ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, മനസ്സിലാക്കാൻ നമുക്കത്. നമ്മൾ തോറ്റെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ തോറ്റു, ഞങ്ങൾ തോൽവി സംഭവിച്ചാൽ ബ്രസീലിൽ പോയി കഞ്ഞി കുടിക്കണ്ടാവുമ്പോ സുൽത്താൻ കഞ്ഞിയുണ്ടോ? Actually, Molina would come all the way up from the right back position. And the delivery is too close to Korbel. ഇതൊക്കെ അണ്ണന്റെ കാലം കിട്ടിയ ഗോളായിരുന്നു. ക്രിസ്ത്യാനോ അണ്ണന്റെ കാലം എവിടെയാവോ? എന്റെയൊക്കെ സുൽത്താൻ 2 കളിയല്ലേ ഇറങ്ങിയുള്ളൂ. അല്ല അതുകൂടെ പറയേണ്ട കാര്യം അല്ല, ആകപ്പാടെ ഒരു പെനാൽറ്റി ഗോൾ അടിച്ചോളൂ. എന്തായാലും ഫിഫ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ടോപ്പ് 10 റാങ്കിങ്ങിലുള്ള ടീമിനെ അല്ലാതെ അർജന്റീന കളിച്ച് സെമിഫൈനലിൽ എത്തുന്നു. നിങ്ങൾ കരുതുന്ന പോലെ നല്ല ഫിക്സ് തയ്യാറാക്കണം. ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് ആൽഗരിതംസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫിക്സ് തയ്യാറാക്കണേ. ഈ റിസർച്ചിനെയാണ് പറയണത് ഫിക്സിംഗ്. ഇത്രയും മരിച്ചു കളിച്ചു കഴിഞ്ഞിട്ടല്ലോ ഇത് മാക്സ് ഫിക്സിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ സംഘം. നിങ്ങൾ ബ്രാസീൽ ഫാൻസ് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. സാമ്പാത്താളം മുഴകട്ടെ. ഈ സ്വിറ്റ്സർലാൻഡിന് പകരം കൊളംബിയ ആയിരുന്നെങ്കിൽ ഈ നിമിഷം കൊണ്ട് അർജന്റീന മുക്കറി കിട്ടാനും. സത്യം പറഞ്ഞാൽ ഈ കൊളംബിയയിലെ കോപ്പ അമേരിക്ക കളിച്ച അർജന്റീന നല്ല അറിയാവുന്ന ഒരു ടീമായിരുന്നു. അത് നല്ല ടൈറ്റ് ഫൈറ്റ് ആണ്. ഇത് അവിടെ കൊണ്ട് കൈയിട്ടളഞ്ഞു. Actually, Molina would come all the way up from the right back position. And the delivery is too close to Korbel. എന്തൊക്കെ ബഹളായിരുന്നു. കമ്മിറ്റി ടീം, ഫിഫ ബോയ്, മാച്ച് ഫിക്സിംഗ്. ഇപ്പൊ കളി കണ്ടിപ്പോ മനസ്സിലായി. കണ്ടിട്ട് എനിക്ക് തോന്നി അർജന്റീനക്ക് ജയിക്കാൻ വേണ്ടി കപ്പ് എന്നാൽ കപ്പണം എടുത്തു കൊടുത്താൽ പോലും പോടാറ്. കാനറികളിലെ കിനാവും കണ്ണീരൊക്കെ അങ്ങ് സാന്റോസിലാണ്. പെലയുടെ തട്ടകമാണ്. ഈ നഷ്ടപ്പെട്ട കിരീടം തിരിച്ചു പിടിക്കാൻ പെലേക്ക് ഒരു പകരക്കാരൻ ഉണ്ടാവുമെന്ന് സാന്റോസുകാരടക്കം പറഞ്ഞത് നമ്മുടെ നെയ്മറിനെ കുറിച്ചാണ്. ആ നെയ്മർ ഒരു പകരക്കാരൻ ഉണ്ടാവില്ലെന്ന് ആരുണ്ട്? ഇത് ബ്രസീലാണ് തിരിച്ചു വരുന്നത്. ഉലകമാകെ ചുറ്റി നടന്ന് കണ്ണി കണ്ടതെല്ലാം വെട്ടിപ്പിടിച്ച ആൾക്കാരെ പോർച്ചുഗീസുകാർ. ആ പോർച്ചുഗീസുകാരെ ലോകകപ്പ് കാണാനും ഫുട്ബോൾ കളിക്കാനും പ്രേരിപ്പിച്ച മുതൽ ഞങ്ങളുടെ കേസാണ്, ഞങ്ങളാണ്. അതുകൊണ്ട് അത് പോർച്ചുഗീസുകാരുടെ ബ്ലഡിലുണ്ട്. ആ തിളപ്പെന്നും ഉണ്ടാവും. എടാ അത് തന്നെ ഞാനും പറയുന്നത്. ഒരു 6 വയസ്സുകാരൻ തുകൽപന്തിനോട് തോന്നിയ ഒരു പ്രണയമാണ് മെസ്സി എന്ന് മെസ്സിയാക്കിയത്. അതുകൊണ്ട് ഫുട്ബോളിന്റെ സൗന്ദര്യം നിലനിൽക്കും എന്നത് അത് നമുക്കതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി എന്ന് ഇന്ത്യ വരുന്നോ അന്ന് നമ്മുടെ ഫാൻ ഫൈറ്റ് ഒക്കെ മാറി നമ്മൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് പിന്നെ നമ്മൾ വേറെ തലത്തിലേക്ക് ഫുട്ബോളിന്റെ ലഹരി നമ്മൾ കൊണ്ടുപോകുന്നിരിക്കുന്നു. ഇന്ത്യൻ ടീം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും? ഇന്ത്യൻ ടീമിനല്ലാണ്ട് സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ഒരു ടീമിന്റെ ജേഴ്സിയൊക്കെ എടുത്തിടും. ടീം ഇന്ത്യ.